IQ എന്ന ബ്രാൻഡ് ഒരു പുതിയ സ്മാർട്ട് ഫോണുമായിട്ട് വന്നിരിക്കുന്നു. IQ Z11 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. നേരത്തെ IQ C11 ലൈറ്റ് പുറത്തിറക്കിയിരുന്നു. ഇപ്പോൾ IQ C11 വന്നിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കേസ് കൊടുത്തിട്ടുണ്ട്. യൂസർ മാനുവലും വാറന്റി കാർഡ് ഇൻഫർമേഷൻ, 47 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, ചാർജിങ്ങിന് A to C ചാർജിംഗ് കേബിൾ, സിം ഇജക്ടർ പിൻ, ഇത്രയും കാര്യങ്ങൾ ഈ ഫോണിന്റെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കി ഈ ഒരു ഫോൺ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഈ കളർ തന്നെ നോക്കി ഒരു വേറിട്ട കളറാണ്. സാധാരണ സ്മാർട്ട് ഫോണുകളിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഡിസൈൻ അത് നേരത്തെയുള്ള ചില ഫോണുകളിലൊക്കെ ഇപ്പം നമ്മൾ അടുത്തിടെയായിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ IQ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ക്യാമറ മൊഡ്യൂളൊക്കെ കണ്ടില്ലേ, ഒരു പിക്സൽ ഫോണുകളുടെയൊക്കെ ഒരു ക്യാമറ മൊഡ്യൂൾ സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ക്യാമറ മൊഡ്യൂളുകൾ വെർട്ടിക്കലായിട്ടാണ് വരുന്നത്. ഇത് ഹൊറിസോണ്ടലി തന്നെ കൊടുത്തിരിക്കുന്നു. അതൊരു വെറൈറ്റി ഉണ്ട് കാഴ്ചയ്ക്ക്. അതുപോലെ ബാക്കിന്റെ ഈ രണ്ട് സൈഡും കർവ്ഡ് ആണ്. മാത്രമല്ല ഫോണിന്റെ സ്ക്രീനും ഇത്തരത്തിൽ 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡും കർവ്ഡ് ആണ്. ക്വാഡ് കർവ്ഡ് അല്ല, ഇവിടെ കർവ്ഡ് അല്ല, ഈ രണ്ട് ഭാഗം കർവ്ഡ് അല്ല. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ വളരെ തിന്നായിട്ട് മാറുകയാണ് ഈ ഫോൺ. ബാക്ക് സൈഡും കർവ്, ഗ്ലാസും കർവ്. കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും 7.99 മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ തിക്നെസ്. വളരെ തിന്നായിട്ട് മാറുന്നു. അതുപോലെ ഫോണിന്റെ വെയിറ്റ് ഒരുപാടില്ല, 199 ഗ്രാം ആണ്. ഐഡിയൽ വെയിറ്റ് ആണ്. എങ്കിലും നമുക്ക് ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ വെയിറ്റ് അറിയാനുണ്ട്. അതുപോലെ ഈ ഒരു ഫോൺ കയ്യിൽ പിടിക്കാനൊരു സുഖമുണ്ട്. കാരണം വളരെ തിന്നായിട്ട് കനം കുറഞ്ഞ് ഹൈറ്റ് കൂടിയ ഒരു ഫോണാണ്. സാധാരണ ഫോണുകളുടെ സൈസിൽ നിന്ന് കുറച്ചുകൂടി ഹൈറ്റ് കൂടുതലാണ്, എന്നാൽ കനം കുറവുമാണ്. അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യാനൊരു സുഖമുണ്ട്. ഫോണിന്റെ ബാക്ക് സൈഡ് വന്നിട്ട് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് ഷീറ്റ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഡെക്കറേഷൻ ഇല്ലാതെ പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ്. അതുപോലെ ഈ ക്യാമറ മൊഡ്യൂളിലേക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് ക്യാമറകൾ പ്രധാനമായിട്ടും കാണാം. LED ഫ്ലാഷ് ലൈറ്റിന്റെ ഒരു റിങ് നമുക്ക് ഇത്തരത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മുകളിൽ ഇതുപോലെ മൈക്രോഫോൺ, സ്പീക്കർ ഗ്രില്ലൊക്കെ കാണാം. താഴെ സിം ട്രേ, ഡ്യുവൽ നാനോ സിം കാർഡാണ് നമുക്ക് സാധിക്കുന്നത്. അതായത് മെമ്മറി കാർഡ് എക്സ്പാൻഷൻ സാധ്യമല്ല. Type-C ചാർജിംഗ് പോർട്ടായിട്ട് വരുന്നു. അതുപോലെ ഇവിടെ വോളിയം റോക്കേസും പവർ ബട്ടണും. ലെഫ്റ്റ് സൈഡിൽ കാര്യമായിട്ടൊന്നും നൽകിയിട്ടില്ല. ഫോണിന്റെ ബാക്ക് അങ്ങനെ ഫിംഗർ പ്രിന്റ് സ്മഡ്ജസ് ഒന്നും പതിയുന്ന ടൈപ്പ് അല്ല. അതുപോലെ ഈ ബട്ടൺസ് എല്ലാം നല്ല സ്റ്റേഡി ഫിനിഷാണ്. ഫോണിന്റെ ബാക്കും നല്ല സ്ട്രോങ് ഫീൽ തരുന്നുണ്ട്. ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കി, ഞാൻ ഈ പറഞ്ഞ പോലെ സൈഡ് രണ്ടും കർവ്ഡ് ആണ്. ഇവിടെ ഇൻ ഡിസ്പ്ലേയിൽ ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നു. അതിന്റെ പൊസിഷൻ ഒരുപാട് താഴെയാണ്. 6.83 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത കാലത്തായിട്ട് കുറെ ഫോണുകൾ, ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ വരുന്ന ഫോണുകളൊക്കെ LCD ഡിസ്പ്ലേ ആയിരുന്നു. ഇവിടെ എന്തായാലും AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 1.5K റെസൊല്യൂഷൻ, ഹൈ റെസൊല്യൂഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 144 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ പ്രൈസ് പോയിന്റിലൊക്കെ 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ഇവിടെ 144 ഹെഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 2000 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു ഹൈ ബ്രൈറ്റ്നസ് മോഡ്. അതുപോലെ നമുക്ക് ഇതിന്റെ ഒരു ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് 3000 നിറ്റ്സ് വരെ ഉയർന്നു പോവുകയും ചെയ്യും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിന് IQ നൽകിയിരിക്കുന്നത്. ഫോണിനകത്ത് ഇതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. പക്ഷേ അത് കുറച്ച് സമയം കഴിയുമ്പോൾ ഓഫ് ആവും. നമ്മൾ ഫോണിന്റെ സ്ക്രീൻ ഒന്ന് വേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് അനക്കി കഴിഞ്ഞാൽ വീണ്ടും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരും. HDR 10+ന്റെ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിലൊക്കെ നമുക്ക് HDR വീഡിയോകൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. യൂട്യൂബിൽ ഇതുപോലെ വീഡിയോ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ HDR സപ്പോർട്ട് എല്ലാം ലഭിക്കുന്നുണ്ട്. കൂടാതെ ആമസോൺ പ്രൈമിലും നമുക്ക് HDR വീഡിയോകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോണിന് ഇത്തരത്തിൽ സ്ക്രീൻ പ്രൊട്ടക്ടർ ഒക്കെ പ്രീ അപ്ലൈഡ് ആയിട്ട് വരുന്നുണ്ട്. അടുത്തായിട്ട് ഇതിന്റെ ഒരു പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ Dimensity 7500 ടർബോ എന്ന് പറയുന്ന 4nm പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. ഏകദേശം 1.2 മില്യൺ AnTuTu സ്കോർ ആണ് ഈ ഒരു പ്രോസസർ ഈ ഒരു ഫോണിനകത്ത് നൽകുന്നത് എന്ന് IQ അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇതിന്റെ AnTuTu സ്കോർ ടെസ്റ്റ് ചെയ്തു. ഏകദേശം 1.1 മില്യൺ AnTuTu സ്കോർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. CP ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്തു. അങ്ങനെ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നും കാണിക്കുന്നില്ല. 83% ആണ് ഇതിന്റെ ഒരു ത്രോട്ട്ലിംഗ് റിസൾട്ട്. നമുക്ക് മാക്സിമം 12 GB റാം വരെയും അതുപോലെ 256 GB ഇന്റർണൽ സ്റ്റോറേജും ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും. LPDDR4X ടൈപ്പ് റാം ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 3.1 ആണ് ഈ ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിലാണ് BGMI എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എക്സ്ട്രീം സെറ്റിംഗ്സിൽ നമുക്ക് ഗെയിം പ്ലേ സാധ്യമാണ്. അതായത് 60 FPS നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്നൊരു എബോ ആവറേജ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ലാഗോ ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. എല്ലാ മാപ്പിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എബോ ആവറേജ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി മോൺസ്റ്റർ മോഡ് നൽകിയിട്ടുണ്ട്. അഡീഷണൽ ഒരുപാട് ഓപ്ഷൻസും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. 3800 mm² ഒരു വേപ്പർ ചേംബർ കൂളിംഗ് ടെക്നോളജിയും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഇത്രയും നല്ലൊരു പെർഫോമൻസും ഉണ്ട്. അതുപോലെ ഈ പറയുന്ന റാം ടൈപ്പ് ആയാലും UFS സ്റ്റോറേജ് ഒക്കെ ആയാലും അടിപൊളി തന്നെയാണ്. ഇതിനകത്ത് വേറൊരു കാര്യം പറയേണ്ടത്, എഡ്ജി പറഞ്ഞ പോലെ കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഗെയിം കളിക്കാൻ കർവ്ഡ് ഡിസ്പ്ലേ എത്രത്തോളം ഈസി ആണ് എന്നുള്ളതിനകത്ത് സംശയമുണ്ട്. പലരും ഭയങ്കരമായിട്ട് ഹെവി ഗെയിമുകൾ കളിക്കുന്നവർ സാധാരണ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത്. എന്നാൽ മൾട്ടിമീഡിയ കൺസംഷൻ, ഇപ്പോൾ മൂവിയൊക്കെ വാച്ച് ചെയ്യാനായിട്ട് ഒരാളൊരു ഫോൺ നോക്കുന്നെങ്കിൽ അതിന് ഇത്തരത്തിലുള്ള കർവ്ഡ് ഡിസ്പ്ലേ ഫോണുകളാണ് നല്ലത്. ഒരു ഇമേഴ്സീവ് വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഒരു ഫുൾ സ്ക്രീൻ അനുഭവം നമുക്ക് അതുകൊണ്ട് തന്നെയും ഇത്തരം
ഫോണുകളിൽ കിട്ടും. ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 7050 mAh ബാറ്ററി, 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഐക്യൂന്റെ ഒരു ഫോൺ, എനിക്ക് അതിന്റെ പേര് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല, ഞാൻ അത് ഇതുപോലെ റിവ്യൂ ചെയ്ത ഒരു ഫോണായിരുന്നു ഐക്യൂ. കുറേ ദിവസം ഞാൻ സിം കാർഡ് ഇട്ട് ഉപയോഗിച്ചിരുന്നു. ബാറ്ററി ലൈഫ് എന്ന് പറയുന്ന ഒരു രക്ഷയില്ലായിരുന്നു. അത് ഇതേപോലെ 6000 mAh അങ്ങോട്ടേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിന്റെ ഒരു ഒപ്റ്റിമൈസേഷൻ ഭയങ്കരമായിരുന്നു. അപ്പോൾ ഐക്യൂ ഈ പറഞ്ഞ പോലെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ അടിപൊളിയാണെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടാണ്. അതായത് C2C കേബിൾ വെച്ചുകൊണ്ട് വേണമെങ്കിൽ വേറൊരു ഫോൺ നമുക്ക് ചാർജ് ചെയ്യാം. 7000 mAh ഒരു പവർ ബാങ്ക് പോലെ ഈ ഫോൺ ഉപയോഗിക്കാം. സ്റ്റീരിയോ സ്പീക്കറുകളാണ്, നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ടാണ്, നല്ല വോളിയം ഉണ്ട്. ക്യാമറയിലേക്ക് വന്നാൽ ബാക്കിൽ 2 ക്യാമറകൾ, 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറ, അത് സോണി IMX882 എന്ന് പറയുന്ന സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ടെലിഫോട്ടോ ക്യാമറ ഇല്ല. സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 32 മെഗാ പിക്സലിന്റെ ഹൈ റെസൊല്യൂഷൻ ഉള്ള സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബാക്കിലും ഫ്രണ്ടിലും, അതായത് പ്രൈമറി ക്യാമറയിലും സെൽഫി ക്യാമറയിലും 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. വൈഡ് ആംഗിൾ വന്നിട്ട് 8 മെഗാ പിക്സൽ ഉള്ളതുകൊണ്ട് തന്നെയും സ്വാഭാവികമായിട്ടും അതിനകത്ത് 4K റെസൊല്യൂഷൻ വരില്ല. ഇതിന്റെ ഒരു ക്യാമറ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫോട്ടോസ് വീഡിയോസ് കൊള്ളാം, ഒറ്റ വാക്കി നമുക്ക് അങ്ങനെ പറയാം. നല്ല ഫോട്ടോകൾ തന്നെയാണ് തരുന്നത്. വിവോയുടെയൊക്കെ ഒരു ട്യൂണിങ് അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള പടങ്ങൾ തന്നെ തരുന്നുണ്ട്. അതുപോലെ ആ ഒരു ഡൈനാമിക് റേഞ്ച് അടിപൊളിയാണ്. ആ ഒരു ക്ലൗഡൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നല്ല ക്ലൗഡൊക്കെ നന്നായിട്ട് വിസിബിൾ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ പടങ്ങൾ കൊള്ളാം. അതുപോലെ സോഷ്യൽ മീഡിയ പോസ്റ്റിംഗിന് റെഡി ആയിട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു എഡിറ്റിംഗ് പിന്നെ ചെയ്യേണ്ട. കളറൊക്കെ അല്പം ഒരു പഞ്ചിയറായിട്ടുള്ള കളറാണ്. മൊത്തത്തിൽ ക്വാളിറ്റി വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഫോട്ടോ. അതുപോലെ സെൽഫി ആയാലും, സെൽഫി ബാക്ക് ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു അല്പം സോഫ്റ്റ്, ഒരു പൊടിക്ക് സോഫ്റ്റ് ആണ്, പക്ഷേ വലുതായിട്ട് കുറ്റം പറയാനൊന്നുമില്ല. സെൽഫിയിലുള്ള ആ ഒരു ഡൈനാമിക് റേഞ്ച് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റിയെ പറ്റി പറയുമ്പോൾ ബാക്ക് ക്യാമറ വീഡിയോ ക്വാളിറ്റി അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, നല്ല ക്വാളിറ്റി തന്നെ തരുന്നുണ്ട്. സെൽഫി വീഡിയോയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, തിരക്കേട്ടില്ലാത്തൊരു സെൽഫി വീഡിയോയും തരുന്നുണ്ട്. പക്ഷേ സെൽഫി വീഡിയോയിൽ സ്റ്റെബിലൈസേഷൻ ഒരല്പം കുറവാണ്. എന്നാൽ ബാക്ക് ക്യാമറ വീഡിയോകളുടെ സ്റ്റെബിലൈസേഷൻ പക്കയാണെന്ന് പറയേണ്ടി വരും. മൊത്തത്തിൽ ഓവറോൾ ഇതിന്റെ ക്യാമറ കൊള്ളാം. മെയിൻ ക്യാമറയിൽ OIS സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഷേക്കില്ലാത്ത ഫോട്ടോകളും ഷേക്കില്ലാത്ത വീഡിയോകളും നമുക്ക് എടുക്കാൻ സാധിക്കും. ഷേക്കില്ലാത്ത ഫോട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ കൈ ഒന്ന് കുലുങ്ങിയാലും ആ ഫോട്ടോ വലിയ ബ്ലെയർ ആവാതെ അടിപൊളിയായിട്ട് കിട്ടുമെന്ന് ചുരുക്കം. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 16 ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഐക്യൂന്റെയും വിവോയിന്റെയും ഒക്കെ UA ആയിട്ടുള്ള ഒറിജിനൽ OS 6 ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ലഭിക്കും. ഫോണിനകത്തുള്ള ബ്ലോട്ട് വോയിസുകളെ പറ്റി പറഞ്ഞാൽ ഏകദേശം 9ഓളം ബ്ലോട്ട് വോയിസുകൾ ഈ ഒരു ഫോണിനകത്തുണ്ട്. ഇത് ഇത്തരം ഗെയിമും ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതൊരു ലോങ് പ്രസ് ചെയ്തുകൊണ്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. അതുപോലെ ഫിംഗർ പ്രിന്റ് നേരത്തെ ഞാൻ കാണിച്ച പോലെ ഇൻ ഡിസ്പ്ലേ ആണ്. അതിന്റെ പൊസിഷൻ ഒരുപാട് താഴെയായി പോയി, കുറച്ചുകൂടെ മുകളിലോട്ടായിരുന്നെങ്കിൽ നല്ലതെന്ന് തോന്നി. കോൾ റെക്കോർഡിംഗ് ഫീച്ചർ ഉണ്ട്. കാര്യം ഐക്യൂ വിവോ ഫോണുകളിലൊക്കെ ഉള്ള ഡയലറിനകത്ത് കോൾ റെക്കോർഡിംഗ് ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ 5.4 കൊടുത്തിരിക്കുന്നു. IP68 and 69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനകത്ത് NFC സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയാം. ആദ്യം ഗുണങ്ങൾ തന്നെ പറയാം. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, ഹയർ റിഫ്രഷ് റേറ്റ് ഉണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ളത് ഗുണം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ഗുണമാണ്. ഈവൻ സെൽഫിയിൽ പോലും 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതൊരു ഗുണമാണ്. 7050 mAh ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നു എന്നുള്ളതൊരു ഗുണമാണ്. 1.1 മില്യൺ ആന്റിറ്റ്യൂഡ് സ്കോർ നൽകുന്ന പെർഫോമൻസ്, ഒരു ഭേദപ്പെട്ട പെർഫോമൻസ് ഈ ഒരു ഫോണിന് ഉണ്ട് എന്നുള്ളതൊരു ഗുണമാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഗുണം തന്നെയാണ്. ഫോണിന്റെ ബോക്സിനകത്ത് തന്നെ ചാർജർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു ഗുണമാണ്. അതുപോലെ IP68, 69 റേറ്റിംഗ് ഉണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ പല ഫോണുകൾ ഇപ്പോൾ മറന്നു പോകുന്നുണ്ട്, അത് എന്തായാലും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതും ഗുണമാണ്. ഇനി ദോഷങ്ങൾ അറിയണ്ടേ? ദോഷങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അത് NFC സപ്പോർട്ട് ഇല്ല. ഈ പ്രൈസ് പോയിന്റിൽ NFC സപ്പോർട്ട് മസ്റ്റായിട്ട് വേണ്ടിയിരുന്നു. അതുപോലെ തന്നെ ഫോണിന്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നീട് ഈ പ്രൈസ് പോയിന്റിൽ ടെലിഫോട്ടോ ക്യാമറ ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാം. അതുപോലെ ഫോണിന്റെ ചാർജർ 44 വാട്ട് ചാർജിങ് സ്പീഡേ ഉള്ളൂ, അത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാം. അപ്പോൾ ഇത്രയാണ് ഞാൻ നോക്കിയിട്ട് ആകെ കണ്ട 4 കുറവുകൾ. ഒരുവിധം കുഴപ്പമില്ലാത്ത ഫോണാണ്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും പ്രൈസിങ്ങിനെ. പ്രൈസിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ടത് അണ്ടർ 40,000 പ്രൈസ് റേഞ്ച് ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ എന്നാണ്. ഞാൻ രഹസ്യമായിട്ടൊരു കാര്യം പറയാം. വിവോയുടെ വിവോ S2 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിന്റെ ഒരു സെയിം ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ചെറിയ വ്യത്യാസമേ വന്നിട്ടുള്ള വ്യത്യാസം വെച്ചാൽ പ്രോസസ്സർ മാറിയിട്ടുണ്ട്. S2ലുള്ള പ്രോസസ്സർ അല്ല ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ. അതുപോലെ S2വിനകത്ത് 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ 144 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം, വിവോ S2 വന്നിട്ട് 8GB RAM 128GB ആണ് ബേസ് വേരിയന്റ്. ഇത് വന്നിട്ട് 6GB RAM 128 ആയിരിക്കും ബേസ് വേരിയന്റ്. അപ്പോൾ എന്തായാലും വിവോ S2നേക്കാളും പ്രൈസ് കുറയാനൊരു സാധ്യത ബേസ് വേരിയന്റിന് കാണുന്നുണ്ട്. വിവോ S2 വന്നിട്ട് 39,999 ലോഞ്ച് ചെയ്തത്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇതൊരു 37,999 അല്ലെങ്കിൽ 38,999 അവിടെ നിൽക്കാനാണ് സാധ്യത. എൻ്റെ ഊഹം തെറ്റാലോ അല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ ഈ ലോഞ്ചിന് മുമ്പാണ് വീഡിയോ ചെയ്യുന്നത്. പ്രൈസ് കൃത്യമായിട്ട് അറിയില്ല. കറക്റ്റ് പ്രൈസ് അറിയണം, ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. എന്നെപ്പറ്റി പലരും പറയുന്നൊരു അപവാദമാണ് ഞാൻ പ്രൈസ് പറയത്തില്ല എന്ന്. പ്രൈസ് മനഃപൂർവ്വം പറയത്തല്ല. ഇതുപോലെ ലോഞ്ചിന് മുമ്പ് ഫോൺ അയച്ചു തരുമ്പോൾ നമുക്ക് പ്രൈസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റില്ല, അതാണ് കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിലും മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റ് വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.